മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും റിസൾട്ടൊക്കെ വന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, +1 സയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര A+ ആണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങളെല്ലാവരും പലരും നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്, പേഴ്സണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ. പക്ഷേ എനിക്ക് ഇത്ര A+ ആണുള്ളത്, ഇപ്പോൾ കോമ്പറ്റീഷൻ ഹൈ അല്ലേ, എനിക്ക് സയൻസ് കിട്ടുമോ, ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടുമോ, അങ്ങനെ പല കൺഫ്യൂഷൻസിലായിരിക്കും എൻ്റെ മക്കളുണ്ടാവുക. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഏതൊരു എന്താ പറയുക സ്കൂളിൽ കിട്ടിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടട്ടെ എന്ന് മിസ് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ട്രീം തന്നെ കിട്ടട്ടെ. ഇനി നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ ട്യൂഷൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ, ഇപ്പം നിങ്ങൾ ചിലപ്പം 10ാം ക്ലാസ്സിൽ SSLC നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇനി അതല്ല ഈ വീഡിയോ കാണുന്ന നമ്മുടെ സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ +2ലേക്ക് പോകുന്ന നമ്മുടെ ഓൾറെഡി അഗ്നി ബാച്ചിൽ പഠിച്ചിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനോട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് എങ്ങനെയുണ്ട് എന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇപ്പം ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണലി 5 ആൾക്ക് കൂടെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ നിന്ന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഫുൾ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ടോട്ടൽ നമ്മുടെ അഗ്നി ബാച്ചിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് ഫുൾ മാർക്കിലേക്ക് എത്തിയിട്ടുള്ളത് 25 മക്കളാണ്. അപ്പോൾ ഇതേപോലെ എത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് 2 ബാച്ചുണ്ട്, ബേസിക് ബാച്ചും പ്ലസ് ബാച്ചും. ജനറൽ ആയിട്ടുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. പ്ലസ് ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ബുക്ക് സെറ്റ് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്ക് പ്ലസ് നമ്മുടെ റിവിഷൻ ബാച്ച് കിട്ടും. ബേസിക് ബാച്ചിലും പ്ലസ് ബാച്ചിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, വർക്ക്ഷീറ്റ്, എക്സാം, അതുപോലെ തന്നെ നോട്ട്, PYQ, വീഡിയോ സൊല്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നീറ്റ്, JEE പോലത്തെ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ കോച്ചിങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടവരാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി എത്ര A+ കിട്ടിയാൽ നിങ്ങൾക്ക് സയൻസ് കിട്ടും? അതിൽ നമുക്കൊരു ജനറലായിട്ട് ഇത്ര A+ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം കോമ്പറ്റീഷൻ അത്രയും ഹൈ ആണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ട്യൂഷൻ ഏതെടുക്കും സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ പഠിക്കുക. അപ്പം പലരുടെയും ചോയ്സ് മിക്കവാറും എക്സാമിനർ ആയിരിക്കും. കാരണം എന്താ, നമ്മുടെ എക്സാമിനറിൽ അത്രയും റിസൾട്ട് ഉണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സീറ്റിൻ്റെ നമ്പർ ഇല്ല അല്ലേ. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എത്ര മക്കൾക്ക് വേണമെങ്കിലും വരാൻ പറ്റും. പക്ഷേ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഒരു സ്കൂൾ തന്നെ വേണം, ആ സ്കൂളിൽ തന്നെ സയൻസ് പഠിക്കണമെന്ന് പറയുന്നത്? മിക്കവാറും ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ളതുകൊണ്ടായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര റിസൾട്ട് ഉണ്ടാവും, നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെ 3 സ്കൂളുകൾ എടുക്കാം നമുക്ക്. ഈ 3 സ്കൂളിൽ നോക്കുകയാണെങ്കിൽ വിജയശതമാനം ഭയങ്കര ഹൈ ആണ്. അതായത് ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 90 കുട്ടികൾക്കും നല്ല റിസൾട്ട് ഉണ്ട് എന്ന് കരുതാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയില്ല. അപ്പോൾ ഒരു 100 കുട്ടികളെടുക്കുകയാണെങ്കിൽ ഒരു 80 കുട്ടികൾക്ക് മാത്രമേ എന്തുള്ളൂ, പാസ്സാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ. ഫുൾ മാർക്ക് വേണ്ട, പാസ്സാവുന്ന എടുക്കാം. ഓക്കെ, 100 കുട്ടികളുണ്ടെങ്കിൽ 90% കുട്ടികളും പാസ്സാവുന്നുണ്ട് എന്ന് കരുതാം. അല്ലെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 80% ഉള്ളൂ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ല, ഏകദേശം 50%ഒക്കെയാണ് വിജയശതമാനം എന്ന് കരുതാം ഈ സ്കൂൾ. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? ഡെഫിനറ്റായിട്ട് നമ്മളുടെ ഫ്യൂച്ചറൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും പറയും നമുക്ക് ഈ ഒരു സ്കൂൾ തന്നെ മതി എന്ന് പറയും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത്, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചിന്തിക്കുന്നത്. എല്ലാവരും ഏറ്റവും നല്ല സ്ഥലത്ത് പഠിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ഇനി വേറൊരു പ്രശ്നം കൂടി ഇവിടെ ഉള്ളത്, ഈ സ്കൂളിൽ എന്തായാലും ഒരു ഹൈസ്കൂൾ ഉണ്ടാവും. ആ ഹൈസ്കൂളിലും ഫുൾ A+ ഒക്കെ കിട്ടിയ മക്കളുണ്ടാകും. അവരും ഇവിടെ തന്നെ ആയിരിക്കില്ലേ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള കുട്ടികൾക്ക് എന്താണ് പരിഗണന കൂടുതലുണ്ടാകും. കാരണം അതേ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കായിരിക്കും ഇവിടെ കിട്ടാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള സീറ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A+കൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാക്കി ഒരു 10 സീറ്റ് ഉണ്ടെന്ന് കരുതാം. ആ 10 സീറ്റിലേക്ക് വരുന്ന 10 കുട്ടികൾക്കും ഫുൾ A+ ആണെങ്കിലോ? ഓക്കെ, അല്ലെങ്കിൽ അവിടേക്ക് ഒരു 20 കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 20 കുട്ടികൾക്ക് ഫുൾ A+ ആണെന്നുണ്ടെങ്കിലോ? ഓക്കെ, അപ്പോൾ ഫുൾ A+കൾ മാത്രം വെച്ചിട്ട് നമുക്കൊരു സ്കൂളിൽ സയൻസ് കിട്ടുമോ കൊമേഴ്സ് കിട്ടുമോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിനെ മാറ്റർ ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഈ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മിസ് പറഞ്ഞില്ലേ, 20 കുട്ടികൾ അപ്ലൈ ചെയ്തു, 20 കുട്ടികൾക്കും ഫുൾ A+ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ ബോണസ് പോയിന്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം നിങ്ങൾ ജവാന്മാരുടെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ഉണ്ടെങ്കിൽ, അവർ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്
3 മാർക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അല്ലെങ്കിൽ സർവീസിലിരിക്കുക അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. NCC സ്കൗട്ട് പോലത്തതിൽ നിങ്ങൾക്ക് രാഷ്ട്രപതി പുരസ്കാരം അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് കേഡറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ബോണസ് പോയിന്റ് ഉണ്ട്. പിന്നെ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്? 1 പോയിന്റ് ബോണസ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ, അതാണ് മിസ് നേരത്തെ പറഞ്ഞത്, സെയിം സ്കൂളിലെ ആൾ അതേ സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന. കാരണം അവർക്ക് 2 ബോണസ് പോയിന്റ് ഉണ്ട്. പിന്നെ അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലുള്ളവരാണെങ്കിൽ 2 ബോണസ് പോയിന്റ് ഉണ്ട്. ഇനി അതേ താലൂക്കിലുണ്ടെങ്കിൽ 1 പോയിന്റ് ബോണസ് പോയിന്റായി കിട്ടും. ഇനി ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2 ബോണസ് പോയിന്റ്. പിന്നെ നിങ്ങൾ കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ ബോർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പോയിൻ്റാണ്. അപ്പം നിങ്ങൾക്ക് 90%, CBSE പഠിച്ചൊരു കുട്ടിക്കും 90%. പക്ഷേ അവിടെ കിട്ടാൻ ചാൻസ് കൂടുതൽ ആർക്കായിരിക്കും? സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടിക്കായിരിക്കും. കാരണം ആ കുട്ടിക്ക് 3 പോയിന്റ് എക്സ്ട്രാ കിട്ടും. CBSE പഠിച്ച കുട്ടിക്കോ ICSE പഠിച്ച കുട്ടിക്കോ ഈ ഒരു പോയിന്റ് കിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്? WGPA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ വരും. അപ്പോൾ ഈ WGPA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ അത് അറിയില്ലെങ്കിൽ അത് കാണാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ വ്യത്യാസം മറ്റൊന്ന് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ WGPA കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അക്കാഡമിക് വാല്യൂ പാർട്ട് പ്ലസ് ബോണസ് വാല്യൂ പാർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ WGPA. ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ മക്കൾ ചെക്ക് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യമാണ് സീറ്റ് റിസർവേഷൻ. അതായത് ചില സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയ്ക്കൊക്കെ സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് നേരത്തെ കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? ടോട്ടലായിട്ട് ഒരു 6A+, 10A+ ഉണ്ട്. നിങ്ങളുടെ താഴെ വേറൊരാൾക്ക് എന്താണ് 8A+ ഉള്ളൂ. പക്ഷേ അവർക്ക് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കോട്ട അഡ്മിഷൻ ഉണ്ട്. സ്പോർട്സ് കോട്ട പോലത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു സ്ട്രീം കിട്ടുന്നു അല്ലെങ്കിൽ നമുക്കൊരു സ്കൂൾ കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ A+നേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ A+കളുടെ ഒരു പൂരമാണ് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ, കാരണം ടൈ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ടൈ വരുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ലാംഗ്വേജിൽ ആർക്കാണ് മാർക്ക് കൂടുതൽ, ഫസ്റ്റ് ലാംഗ്വേജിൽ ആർക്കാണ് മാർക്ക് കൂടുതൽ, ഈവൻ നിങ്ങളുടെ ആൽഫബറ്റ് പോലും മാറ്റർ ചെയ്യും. ടൈ വരുമ്പോൾ WGPA ടൈ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൽഫബറ്റ് പോലും മാറ്റർ ചെയ്യും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര A+ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രീം കിട്ടും, ഈ സ്ഥലം കിട്ടും എന്നുള്ളത് നിങ്ങൾ ഏത് സ്കൂൾ ചൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നല്ല വിജയശതമാനമൊക്കെ ഉള്ള സ്കൂളാണ് ചൂസ് ചെയ്യുന്നത്, നല്ല ഡിമാൻഡുള്ള സ്കൂളാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറഞ്ഞ റിസർവേഷനും കാര്യങ്ങളും അതിനനുസരിച്ച് വ്യത്യാസം വരുത്തും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. നമ്മളിത് ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മളെക്കാൾ മുൻപ് നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ തെറ്റോ നിങ്ങളുടെ പ്രശ്നമോ നിങ്ങളുടെ കുറ്റമോ ഒന്നും കൊണ്ടല്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതൊന്നും ആലോചിച്ച് എൻ്റെ മക്കളെ ടെൻഷൻ അടിക്കേണ്ട. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീം തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ.